നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ വിഷ്വൽ കണ്ടോ? വിഷ്വൽ കണ്ടിട്ടാണോ നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്? പലരും പ്രതികരിക്കും. കാരണം പലരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പലരും പ്രതികരിക്കും. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ പ്രസംഗത്തിൻ്റെ ഭാഗം വായിക്കാം. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. എൻ്റെ പ്രസംഗത്തിലാണ്. ചില അമ്മമാർക്ക് അവരുടെ പ്രത്യേകമായ ഡിഷ് ഉണ്ടാവും. അവർ പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അറിയാമല്ലോ, നിങ്ങളുടെയൊക്കെ അമ്മമാർ പ്രത്യേകമായിട്ടുള്ള ഉണ്ടാക്കി. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് 27 വർഷമായിട്ടും എൻ്റെ നാവിൽ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട്. ഞാൻ അത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമായിട്ട് എവിടെ അടയാളപ്പെടുത്തിയേക്കണം? അല്ലല്ലല്ല, കേട്ടോ, നിങ്ങൾ ആദ്യത്തെ സെൻറ്റൻസ് കേൾക്ക്. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെൻറ്റൻസ് അവരുടെ മക്കൾക്ക്. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമാണോ? ചില അമ്മമാർക്ക് അവർ പ്രത്യേകമായ ഡിഷ് ഉണ്ടാകും, പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവരുടെ മക്കൾക്ക് അവരത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്കെങ്കിലും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകന്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീവിരുദ്ധതയാണ്? അല്ലല്ലല്ല, അതെന്താ? മക്കൾക്കെന്ന് പറഞ്ഞാൽ തെറ്റാണോ? അതിഥി പുതിയതായിട്ട് വരുന്നതല്ലേ? ഞാൻ പറഞ്ഞിട്ട് അത് കൊടുക്കണമെന്നാണ്, മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെല്ലാം പെട്ടില്ലേ? നിങ്ങൾ മൈക്രോസ്കോപ്പ് അല്ലല്ല, കുറച്ച് ആളുകൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. മക്കൾക്കത് പകർന്നു കൊടുക്കണം. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു, മക്കൾക്കത് പകർന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ കൗശലത്തോടുകൂടി ഈ എന്ത് സ്ത്രീവിരുദ്ധ പരാമർശമാണുള്ളത്? ഒരമ്മ മക്കൾക്ക് അവരുടെ കാര്യം പകർന്നു കൊടുക്കണമെന്ന് പറയില്ല. നിങ്ങൾ ഇത്രയും താഴോട്ട് പോകരുത്. എടാ, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഞാൻ പറയാം, നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി പോകും. അല്ലല്ല, വെയിറ്റ് എൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും പോവില്ല. എൻ്റെ വിശ്വാസ്യതയും എനിക്ക് ഈ നിലപാട്. എന്നിട്ട് പറയാണ്, ഞാൻ സ്ത്രീകളെ KSRTC ബസ്സിൽ കയറ്റി 16-ാം നൂറ്റാണ്ടിൽ കൊണ്ട് സ്ത്രീകളെ KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലായി. ഐ ഹാവ് ഓൾറെഡി ആൻസേർഡ്. ഇനി വേറെ എനി മോർ ക്വസ്റ്റ്യൻ?